ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വെൻ ദി ഫോൺ റിങ്സ് എന്ന് പറയുന്ന സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൈ ചുമർമേടിച്ച് മുറി പറ്റി നിൽക്കുന്ന നമ്മുടെ നായകനെ കാണിച്ചിട്ടാണ് കേട്ടോ. അവൻ 406 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നിന്നെ ആരും അറസ്റ്റ് ചെയ്യാനൊന്നും വരില്ല, ഇനി നിന്നെ ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ അവൻ പറയുന്നത്. അങ്ങനതെ കോളൊക്കെ കഴിഞ്ഞ് ഇനി അവൻ മനസ്സിലായോ ഇല്ലേ എന്നുള്ള ടെൻഷനിൽ നമ്മുടെ നായിക വാഷ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോഴാണ് വാഷ്റൂമിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ നായകൻ നിൽക്കുന്നത് കാണുന്നത്. ഇവൾ മെല്ലെ ശബ്ദമില്ലാതെ തിരിഞ്ഞ് നടക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ കൈയോടെ പൊക്കുകയാണ് കേട്ടോ അവളെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് ശ്വാസം നേരെ വീഴുകയാണ്. കാരണം അവൾക്ക് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, അവൾ സേഫ് ആണെന്ന് കാണുമ്പോൾ അവനൊരു സമാധാനമാവുകയാണ്. എന്നിട്ട് ബേക്ക് സിയോൺ നമ്മുടെ ഹ്യൂജുവിനെ തൊട്ടടുത്തുള്ള ഒരു റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ് കേട്ടോ. എന്നിട്ട് അവന് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് അത് ഓരോന്നോരോന്നായി ചോദിക്കുകയാണ് അവളോട്. ഫസ്റ്റ് തന്നെ നീ എന്തെങ്കിലും എൻ്റെ നിന്ന് ഒളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവളുടെ മൊബൈൽ പുറത്തേക്ക് എടുക്കാനും പറയുന്നുണ്ട് കേട്ടോ. മൊബൈൽ വേറെ ഒന്നിനുമല്ല, അവൻ്റെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ഇവൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവൻ എന്തായാലും സൈൻ ലാംഗ്വേജ് റീഡ് ചെയ്യാൻ അറിയില്ലല്ലോ. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ വല്ല കാർ ആക്സിഡൻറ്റ് ഉണ്ടായോ ചോദിക്കുമ്പോൾ അവൾ തലാട്ടുന്നുണ്ട് കേട്ടോ. എത്രയാ ടൈം എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് വൈകുന്നേരം 6 മണിക്കോ 7 മണിക്കോ ഇടയിലെന്ന് പറയുന്നുണ്ട്. അറിയില്ല, ടൈപ്പ് ചെയ്ത് കാണിക്കുക കേട്ടോ ചെയ്യുന്നത്. നിനക്കെന്തെങ്കിലും പറ്റുമോ എന്ന അവൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുൻപ് തന്നെ അവൻ അവളുടെ നെറ്റിയിലെ മുടിയൊക്കെ മാറ്റി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെറിയ സ്ക്രാച്ച് കാണാനുണ്ട്. കഴുത്തിലത്തെ ആ ഒരു ചെറിയ സ്കാർഫ് അഴിച്ച് മാറ്റുമ്പോൾ 2 സൈഡിലും ബാൻഡേജ് അവൾ ഒട്ടിച്ചിരിക്കുന്നതൊക്കെ ഇവന് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ 406 പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അറിയുമ്പോൾ ഇവന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ അവൻ്റെ ഫേസ് കണ്ടോ ചോദിക്കുമ്പോൾ അവൾ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട് മാസ്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കണ്ടില്ല എന്നും പറയുന്നുണ്ട്. നിന്നോട് എന്താ ചോദിച്ചത്, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു, നിന്നെ ഭീഷണിപ്പെടുത്തിയോ, അവൻ്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ഉണ്ട് എന്ന അർത്ഥത്തിൽ തല ആട്ടുകയാണ് കേട്ടോ. അപ്പോൾ അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇന്ന് ഇവിടെ നിന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നതായിട്ട് നിനക്ക് തോന്നിയെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവൻ നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോഴാണ് അവൾക്കൊന്ന് റിലാക്സ് ആവുന്നത്. അവൾക്ക് വേണ്ടിയിട്ട് സെക്യൂരിറ്റീനെ അറേഞ്ച് ചെയ്യാമെന്ന് അവൻ പറയുന്നുണ്ട്. പുറത്തിറങ്ങിയ ബേക്സിയോൺ പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി ടീമിനെ കോൺടാക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓൾറെഡി 406 ട്രേസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സെക്യൂരിറ്റി ടീം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതുവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ബേക്സിയോങ് പറയാണ് സെക്യൂരിറ്റി ടീമിനോട്, ഞാൻ വിചാരിച്ച പോലെയല്ല, അവന് ഒരുപാട് കാര്യങ്ങൾ അറിയാം, എൻ്റെ ഫാമിലിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ അവനറിയാം. ഇന്ന് ബ്രിട്ടീഷ് എംബസിയിലേക്ക് വന്നിരിക്കുന്ന ഗസ്റ്റിൻ്റെ ലിസ്റ്റൊക്കെ നന്നായി ചെക്ക് ചെയ്യണം. പിന്നെ 406 ഒരു വോയിസ് റെക്കോർഡിങ് ഇവൻ സെക്യൂരിറ്റി ടീമിന് അയച്ചു കൊടുത്തിട്ട് പറയുകയാണ് അതിലത്തെ മോഡുലേറ്റർ റിമൂവ് ചെയ്യണം. അപ്പോൾ തന്നെ ഇത് മെന്നാണോ വുമൺ ആണോ ഏജ് എങ്ങനെയാണെന്നൊക്കെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും പറഞ്ഞിട്ട് അവൻ ആ കോൾ എൻഡ് ചെയ്യാണ്. ഇതേ സമയം നമ്മുടെ ഹീജു ആണെങ്കിൽ വീട്ടിലെത്തിയതിന് ശേഷം 406 നിന്ന് അവൾ ബേക്സിയോണിനെ കോൾ ചെയ്ത ആ ഒരു കോളിൻ്റെ റെക്കോർഡിങ് കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ, റിപ്പീറ്റായിട്ട്. എന്നിട്ട് അവൻ്റെ വോയിസിലത്തെ ആ ട്രിംബ്ലിംഗ് ഒക്കെ കേട്ടിട്ട് ഇവൾ പറയാണ്, ഓ അവൻ ശരിക്കും പേടിച്ചു എന്നാണ് തോന്നുന്നതെന്ന് പറയാണ്. അങ്ങനെ അവൾ കറക്റ്റ് ടൈം ആകുമ്പോൾ വീണ്ടും ബേക്സിയോണിനെ കോൾ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞ ഇന്നലത്തെ കാര്യം എന്തായി എന്ന് ചോദിക്കുകയാണ് കേട്ടോ ബേക്സിയോണിനോട്. ഒന്നെങ്കിൽ കറൻറ്റ് വൈഫിനെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഈ 406 2 ബില്യൺ കൊടുക്കണം. ഇത്രയും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഹീജുവിൻ്റെ കയ്യിൽ ഈ ഫോൺ കിട്ടിയിട്ട് 2 ദിവസമായി. അപ്പോൾ കിഡ്നാപ്പർ ഇത് അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളൊരു ടെൻഷനും ഇവൾക്കുണ്ട്. ആ സമയത്താണ് നമ്മുടെ നായകൻ വീട് ഓപ്പൺ ചെയ്ത് ഇവളുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. ഇവർ രണ്ടുപേരും എംബസിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നത്. അവനാണെങ്കിൽ വന്നിട്ട് ഇവളുടെ ബാഗിൽ നിന്ന് ഇവളുടെ കാറിൻ്റെ കീ എടുക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും അവളോട് ചെന്ന് ബാഗ് പൊത്തി പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാറിൻ്റെ കീ അവൾ തന്നെ അവളുടെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് അവന് കൊടുക്കുകയാണ്. അവനാണെങ്കിൽ അവളുടെ കാറിൻ്റെ കീയും കൊണ്ട് പാർക്കിംഗ് ലോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് കാറ് ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സ്ക്രാച്ചസും കത്തി കൊണ്ട് കുത്തിയ പാടും അങ്ങനെയുള്ള എല്ലാതും ഇവൻ കാണുന്നുണ്ട്. ഈജു വിചാരിക്കുന്നുണ്ട്, അല്ല ഇവനിപ്പോൾ എന്തിനാ എൻ്റെ കാറ് നോക്കേണ്ട ആവശ്യം എന്നൊക്കെ അങ്ങനെ വിചാരിക്കുകയാണ്. പെട്ടെന്നാണ് അവൾക്ക് ഡാഷ് ക്യാമിൻ്റെ കാര്യം ഓർമ്മ വരുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ പാർക്കിംഗ് ലോട്ടിലേക്ക് ലിഫ്റ്റ് ഒന്നുമില്ലാതെ സ്റ്റെയർസ് വഴി ഇറങ്ങി ഓടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇവൻ കാറൊക്കെ നോക്കുമ്പോൾ കാറുമ്പോൾ ഫുള്ള് സ്ക്രാച്ചസ് ഉണ്ട്. മാത്രമല്ല ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ ബാക്കിലായിട്ട് കുറേ കത്തി കൊണ്ട് കുത്തിയ പാടുണ്ട്. എന്നിട്ട് അവൻ ഡാഷ് ക്യാമും കൂടി ചെക്ക് ചെയ്യാണ് കേട്ടോ. ഇവളെവിടെ എത്തുമ്പോഴേക്കും അവൻ ഡാഷ് ക്യാം ചെക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഹീജു അവിടെ എത്തുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൻ ചോദിക്കുകയാണ്, അല്ല ഡാഷ് ക്യാമിലൊന്നും റെക്കോർഡ് ആയിട്ടില്ലല്ലോ, എന്ത് പറ്റിയതാ ചോദിക്കുകയാണ്. ഡാഷ് ക്യാമിൽ ഒന്നും തന്നെ റെക്കോർഡ് ആയിട്ടില്ല എന്ന് കേൾക്കുമ്പോഴാണ് നമ്മുടെ ഹീജുവിന് സമാധാനമാവുന്നത്. കാരണം ഇവളെ കിഡ്നാപ്പ് ചെയ്ത സമയത്ത് ലാസ്റ്റ് ഇവനോട് സംസാരിച്ചത് ഇവളായിരുന്നു. ആ അസോളിനെ തിരിച്ച് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവളാണ് ലാസ്റ്റ് കോൾ ചെയ്യിപ്പിച്ചത്. ഇക്സിയോൺ അപ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല നീ എങ്ങനെ കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് ടോവാൻ വഴി കൊണ്ടുവന്നതാണെന്ന് പറയാണ്. ഇവൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്നതല്ല കാർ ഇങ്ങോട്ട് എന്ന് പറയാണ്. ഹീജു എല്ലാം തന്നെ ഫോണിൽ ടൈപ്പ് ചെയ്തിട്ടാണ് കേട്ടോ അവനോട് പറയുന്നത്, അല്ലാതെ വായ കൊണ്ട് സംസാരിക്കുന്നതല്ല. ടൈമിലാണ് ഒരു ബൈക്ക് നല്ല സ്പീഡിൽ ഇവളെ തട്ടിയില്ല എന്ന രീതിയിൽ വരുമ്പോൾ ഇവൻ അവളെ പിടിച്ച് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് ആ ബൈക്കുകാരനോട് ശ്രദ്ധിച്ച് ഓടിക്കും മിസ്റ്റർ എന്നും അവൻ പറയുന്നുണ്ട്. അവനൊന്ന് വാൺ ചെയ്ത് വിടുന്നുണ്ട്. ബേക്സിയോൺ എന്നിട്ട് ഹീജുവിനോട് പറയുന്നുണ്ട്, നാളെ എന്തായാലും വർക്കിന് പോകണ്ട, വീട്ടിലിരുന്നാൽ മതി, ഒരു പുതിയ കാറ് ഞാൻ എന്തായാലും അറേഞ്ച് ചെയ്യാമെന്ന് പറയാൻ കേട്ടോ അവളോട്.
അപ്പോൾ ഹീജു പറയാണ് നാളെ എനിക്ക് എന്തായാലും വർക്കിന് പോകണം, നാളെ കോർട്ടിൽ ഇൻ്റർപ്രിട്ടേഷൻ ഉള്ളതാണ്. നിങ്ങളുടെ അമ്മേനെ മീറ്റ് ചെയ്തപ്പോൾ എന്നോട് ജോലി ക്വിറ്റ് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് ക്വിറ്റ് ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് പറയണം അവൾ. അവനാണെങ്കിൽ അങ്ങനെ എതിർത്തൊന്നും പറയുന്നില്ല. ഓക്കെ നീ പൊക്കോ, ഞാൻ എന്തായാലും ഒരു സെക്യൂരിറ്റി ടീമിനെ അറേഞ്ച് ചെയ്യാമെന്ന് പറയണം അവളോട്. അവളാണെങ്കിൽ സെക്യൂരിറ്റി ടീമിൻ്റെ കാര്യം അത്ര അത്യാവശ്യമൊന്നും ഇല്ലാന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ട് പോകുവാണ് കേട്ടോ അവിടെ നിന്ന്. ഇവൻ ഉടനെ തന്നെ ഇവൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ട്, പാർക്ക് ഡോജെ എന്നാണ് പേര്. ഇവൻ്റെ തന്നെ ടീമിലത്തെ മെമ്പറാണ്, സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ പാർക്കിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് വൈഫിൻ്റെ കാറിൻ്റെ ഡാഷ് ക്യാം ഒന്നുകൂടെ റീസ്റ്റോർ ചെയ്യണം, അതിലത്തെ റെക്കോർഡിങ്സ് ഒക്കെ റീസ്റ്റോർ ചെയ്യണം എന്ന് പറയാണ്. മാത്രമല്ല ഇവളെ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറയുന്ന ദിവസത്തെ വൈകുന്നേരം 6 മണിക്കും 7 മണിക്കും ഇടയിലുള്ള ട്രാഫിക് ക്യാമറയിലത്തെ ഫുട്ടേജും കളക്ട് ചെയ്യാൻ പറയാണ്. നെക്സ്റ്റ് സീനിൽ ബേക്സിയോണും അവൻ്റെ അമ്മയും കൂടിയിട്ട് മീറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഇവനാണെങ്കിൽ ഒരുപാട് കോൾസ് വരുന്നുണ്ട്. ഇവനാണെങ്കിൽ ഓരോന്നെടുത്ത് നോക്കുന്നുണ്ട്, കോള് അറ്റൻഡ് ചെയ്യുന്നൊന്നുമില്ല, ബട്ട് ആരാന്നെടുത്ത് നോക്കുന്നൊക്കെയുണ്ട്. ഒരാൾക്ക് സ്ട്രോങ് മൈൻഡ് കിട്ടണമെങ്കിൽ, അതുപോലെ തന്നെ കുറച്ചുകൂടി ബെറ്റർ ആവണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇംപേഷ്യൻസ് കാണിക്കരുത്, ഭയങ്കര പേഷ്യൻ്റായിട്ട് ഇടപെടണം എന്ന് പറയുകയാണ്. വേറെ ഒന്നുമല്ല, ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കി ഇത്ര തിരക്ക് കൂടേണ്ട ആവശ്യമില്ല എന്നാണ് അമ്മ പറയുന്നത്. അപ്പോഴാണ് അവൻ അമ്മേനോട് ചോദിക്കുന്നത് ഹീജു ആണ് എൻ്റെ ബ്രൈഡ് എന്നത് എത്ര പേർക്ക് അറിയാമെന്ന്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് നമ്മുടെ ക്ലോസ് ഫാമിലി ഫ്രണ്ട്സിന് മാത്രം, അതായത് അവളുടെ അച്ഛനും അമ്മയ്ക്കും പിന്നെ അവളുടെ സിസ്റ്ററിനെ പിന്നെ നമ്മുടെ ഫാമിലിയിലത്തെ ക്ലോസ് ആൾക്കാർ അത്രേ അറിയുള്ളൂ എന്ന് പറയാണ്. അതായത് കൂടിപ്പോയ 2 ഫാമിലിയും കൂടിയിട്ട് ഒരു 7 പേര്, അതിൽ കൂടുതൽ ആൾക്കാർക്കൊന്നും അറിയില്ല എന്ന് പറയാണ് അമ്മ. അതേസമയം നമ്മുടെ ഹീജു ആണെങ്കിൽ കോർട്ടിലാട്ടോ പോയിരിക്കുന്നത്. അപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു കേസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈഫിന് സൈൻ ലാംഗ്വേജിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീജു അവിടെ ഇരിക്കുന്നത്. വൈഫ് പറയുന്ന കാര്യങ്ങൾ സംസാരിച്ച് കാണിക്കാനായിട്ട് അവിടെ വേറൊരു ഇൻ്റർപ്രിറ്റർ ഉണ്ട്. അതേസമയം നമ്മുടെ പാർക്കാണെങ്കിൽ ട്രാഫിക്കിലത്തെ ഫുട്ടേജൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നായകൻ്റെ വൈഫ് ആരാണ് എന്ന കാര്യം പോലും പബ്ലിക്കിന് അറിയില്ല. ആ സ്ഥിതിക്ക് ഈ ഒരു കേസിലേക്ക് പോലീസിനെ കൊണ്ടുവരാൻ എന്തായാലും അവർക്ക് പറ്റില്ല. അതേസമയം നമ്മുടെ ഹീജുവിൻ്റെ വർക്കെല്ലാം തന്നെ കഴിഞ്ഞ് അവൾ അവിടെയുള്ള, അതായത് കോർട്ടിലുള്ള ഒരു വാഷ്റൂമിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് 2 ബോഡി ഗാർഡ്സും ഉണ്ട് കൂടെ. അപ്പോഴാണ് നേരത്തെ കേസ് നടത്തിയ ഹസ്ബൻഡും വൈഫും കൂടി ആ ഡോറിൻ്റെ, അതായത് വാഷ്റൂമിൻ്റെ കുറച്ചങ്ങ് നീങ്ങി ഭയങ്കര ഫൈറ്റ് നടക്കുന്നത് നമ്മുടെ ഒരു ബോഡി ഗാർഡ് കാണുന്ന കേട്ടോ. ഉടനെ തന്നെ അവൾ ഈ ഫൈറ്റ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടിച്ചെല്ലാണ്. നമ്മുടെ ബോഡി ഗാർഡ് വാഷ്റൂമിൻ്റെ അടുത്തുനിന്ന് മാറിയ ടൈമിൽ വേറൊരാൾ വാഷ്റൂമിൻ്റെ സൈഡിലേക്ക് പോവുകയാണ് കേട്ടോ. ബിജു ആണെങ്കിൽ പുറത്തേക്ക് എത്തിച്ച് നോക്കുമ്പോൾ ഒരു മെയിലിൻ്റെ ഒരു നിഴലൊക്കെ ഇങ്ങനെ അവൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിഴൽ കാണുമ്പോൾ മുൻപ് ആക്സിഡൻറ്റ് നടന്ന അന്നത്തെ ആ ഒരു കിഡ്നാപ്പറിൻ്റെ അതേ നിഴൽ പോലെയാണ് കേട്ടോ ഇവൾക്ക് ഇങ്ങനെ തോന്നുന്നത്. ഇതേ സമയം ഇവിടുത്തെ ഫൈറ്റൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ബോഡി ഗാർഡിന് വാഷ്റൂമിൽ ഹീജ് നിൽക്കുന്ന കാര്യം ഓർമ്മ വരുന്നത് കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ വാഷ്റൂമിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് വാഷ്റൂമിലൊക്കെ കയറി നോക്കുന്നുണ്ട്, എങ്കിലും ഹീജുവിനെ അവിടെയൊന്നും കാണാനില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കൂടെ വന്നിട്ടുള്ള വേറൊരു ബോഡി ഗാർഡിനെ ഇവള് കോൾ ചെയ്ത് അറിയിക്കുന്നുണ്ട് ഹീജു മിസ്സിംഗ് ആണെന്ന്. വേക്സിയോണിന് മെസ്സേജും അയക്കുന്നുണ്ട് വാഷ്റൂമിൽ വെച്ചിട്ട് ഹീജുവിനെ മിസ്സായി എന്നത്. വേക്സിയോൺ ആണെങ്കിൽ അവൻ്റെ ടീം മെമ്പേഴ്സുമായിട്ട് ഒരു മീറ്റിങ്ങിലാണ് കേട്ടോ. പക്ഷേ ബേക്സിയോൻ്റെ കോൺസെൻട്രേഷൻ ഫുള്ള് ഈ ഫോണിലാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അല്ല പെട്ടെന്ന് ഇങ്ങേർക്ക് എന്ത് പറ്റിയെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബോഡി ഗാർഡിൻ്റെ ഒരു മെസ്സേജ് കൂടി വരികയാണ്, അതായത് ഹീജു സേഫാണ്, ഒരാളുടെ കൂടെ അവളിവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മുടെ ഹീജു വാഷ്റൂമിൻ്റെ അവിടെ വെച്ച് കണ്ടത് ഇയാളെയാണ് കേട്ടോ. ജിസാങ്വു എന്നാണ് കേട്ടോ ഇവൻ്റെ പേര്. ഇവർ കോളേജ് ടൈം തൊട്ടുള്ള ഫ്രണ്ട്സാണ്. ഇവനാണെങ്കിൽ വേറൊരു ആവശ്യത്തിന് കോർട്ടിലേക്ക് വന്നതാണ്. അപ്പോഴാണ് നമ്മുടെ ഹീജുവിനെ ഇവിടെ വെച്ച് കാണുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് സംസാരിക്കാമെന്ന് കരുതിയാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസാങ്വുവിന് സൈൻ ലാംഗ്വേജ് അറിയാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് അവന് മനസ്സിലാവും. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് HBC ന്യൂസ് പ്രോഗ്രാമിൽ ഒരു ക്രൈം റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയാണ്. ബോഡി ഗാർഡ് അപ്പോൾ ഇവരുടെ 2 പേരുടെ ഒരു ഫോട്ടോ നായകൻ അയച്ചു കൊടുക്കുകയാണ്. അവനാണെങ്കിൽ സൂം ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവള് ഈ ഫ്രണ്ടിൻ്റെ കൂടെ നന്നായി ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇവനെയും നന്നായിട്ട് സൂം ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നായകൻ. നടത്തിക്കൊണ്ടിരിക്കുന്ന മീറ്റിങ്ങിൽ തീരെ ശ്രദ്ധയില്ലാതെയാണ് കേട്ടോ അവനിരിക്കുന്നത്. ഇതേ സമയം ഒരു ബോഡി ഗാർഡാണെങ്കിൽ അവനെ കാണാൻ എന്ത് ലുക്ക്, അവൻ ശരിക്കും എൻ്റെ ടൈപ്പ്, എന്ത് ഹാൻഡ്സ് അവനെ കാണാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ജിസാങ് വന്നിട്ട് സൈൻ ലാംഗ്വേജിൽ അവളോട് പറയാണ് ഒരുപാട് കോൾഡ് കേസസ് ഇതുവരെ സോൾവ് ചെയ്യാതെ കിടക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ പേഴ്സണലി സോൾവ് ചെയ്യാൻ പോവുകയാണെന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് അവളുടെ കോൺടാക്റ്റും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒരു സ്ഥാപനത്തിലാണല്ലോ ഇനി 2 പേരും, അപ്പോൾ കോൺടാക്റ്റ് ചോദിക്കുകയാണ്. അവൾ കോൺടാക്റ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ അവന്. നെക്സ്റ്റ് സീനിൽ ഹീജു വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഫോൺ നോക്കുമ്പോൾ അവളുടെ അമ്മയുടെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, അവളുടെ അമ്മ അവളുടെ വീടിൻ്റെ മുൻപിൽ നിൽക്കിട്ട് വാതിൽ തുറക്കാനാണ് പറയുന്നത്. അങ്ങനെ അതേ അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ ആയിട്ട് അകത്തേക്ക് കയറാണ് കേട്ടോ. അമ്മയാണെങ്കിൽ വെറുതെ വന്നിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് മോഡേൺ ടൈപ്പ് ഇൻ്റർവെയർസ് ഒക്കെ വാങ്ങിയിട്ടാണ് അമ്മ വന്നിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം തന്നെ ഹീജുവിന് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. അമ്മ എന്നിട്ട് ഹീജുവിനോട് പറയുന്നുണ്ട് നിനക്ക് വേണ്ടി ഞാൻ ഡെർമറ്റോളജിസ്റ്റ് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് വെച്ചിരുന്നത്, എന്നിട്ട് നീ എന്താ പോവാതിരുന്നത്, എന്താ ഇത് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത് എന്ന് അമ്മ ചോദിച്ചാൽ അവളെ വഴക്ക് പറയുന്നുണ്ട്.
നെക്സ്റ്റ് സീനിൽ അമ്മ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം നമ്മുടെ ഹീജു കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. അതായത് പുതിയതായിട്ട് അമ്മ കൊണ്ടുവന്ന മറ്റേ നൈറ്റ് വെയേഴ്സ് ഒക്കെ എടുത്ത് ഇടുകയാണ് കേട്ടോ അവള്. അതേ സമയം നമ്മുടെ ബേക്സിയോൺ ആണെങ്കിൽ അവൻ്റെ ഓഫീസിൽ നിന്ന് അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതായത് പേഷ്യൻസ് വേണം എന്നൊക്കെ അമ്മ പറഞ്ഞില്ലേ, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. അങ്ങനെ അതെ കറക്റ്റ് 10 മണിയായപ്പോൾ അവന് കോൾ വരികയാണ് കേട്ടോ. നമ്മുടെ 406, അതായത് നമ്മുടെ ഹീജുവിൻ്റെ കയ്യിൽ നിന്ന് കോൾ വരികയാണ്. അവനാണെങ്കിൽ മുൻപത്തെ പോലെ പെട്ടെന്ന് തന്നെ ചാടി കയറി ഫോൺ അറ്റൻഡ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കോൾ കട്ടാവാൻ നിൽക്കുന്ന നേരത്താണ് അവൻ ഫോൺ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ 406 ചോദിക്കുകയാണ്, അതായത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തോ? അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചോ? അതോ ഇനി എനിക്ക് ക്യാഷ് തരാനാണോ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബേക്സിയോൺ എന്താ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫാമിലിയിൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ് നീ പറയുന്നത്. അതായത് നീ എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ആരോ ആണ്. ഷുവർ അല്ലേ എന്ന് ചോദിക്കാനുണ്ട് അവളോട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതിപ്പോൾ എന്താണെങ്കിലും നീ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നിൻ്റെ ഫാമിലിയിലത്തെ കാര്യങ്ങളൊക്കെ പബ്ലിക് അറിയാതെ നോക്കേണ്ടത് നിൻ്റെ ആവശ്യമാണെന്നാണ് അവൾ പറയുന്നത്. അവനാണെങ്കിൽ തീർത്ത് പറയാണ്, ഒരു രീതിയിലും ഇത് ക്യാഷ് തന്ന് കോംപ്രമൈസ് ചെയ്യില്ലാന്ന്. അപ്പോൾ നമ്മുടെ 406 പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാൻ പറയാനുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ആ ഫോട്ടോ ഒക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്തിനാ എനിക്ക് അയച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 406 ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? നിൻ്റെ വൈഫിൻ്റെ ബോഡി നിനക്ക് അറിയില്ലേ ഇതുവരെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ബേക്സിയോണിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവൻ പറയുന്നുണ്ട്, ഏതൊക്കെയോ ഫേക്ക് ഫോട്ടോസ് അയച്ചിട്ട് എൻ്റെ വൈഫിൻ്റെ ആന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരരുതെന്ന് പറയണം അവൾ. 406 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോട്ടോസ് പബ്ലിക്കിൻ്റെ കയ്യിൽ കിട്ടരുതെങ്കിൽ ഒന്നല്ലെങ്കിൽ ഹീജുവിന് ഡിവോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ക്യാഷ് കിട്ടണം 406ന്. എക്സിയോൺ ആണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട്, അങ്ങനെ ഫേക്ക് ഫോട്ടോസ് ഒന്നും കണ്ട പേടിക്കുന്ന ആളല്ല ഞാൻ എന്ന് അവൻ പറയുമ്പോൾ അവൾ തിരിച്ചു പറയുകയാണ്, അതായത് 406 തിരിച്ചു പറയുകയാണ്, നിനക്ക് അത്ര ഡൗട്ട് ഉണ്ടെങ്കിൽ നീ നിൻ്റെ ഭാര്യയുടെ തൈസ് പോയി നോക്കുക. അവളുടെ തൈസിൻ്റെ ഫോട്ടോ ഞാൻ അയച്ചത്. മാത്രമല്ല അതിലുള്ള റെഡ് മാർക്ക് അവളുടെ തൈസിലുള്ളതാണ്, പോയി നോക്കാൻ പറയണം കേട്ടോ. എന്നിട്ട് അവൾ ആ കോള് കട്ട് ചെയ്യാണ് കേട്ടോ. കോള് കട്ട് ചെയ്തതിന് ശേഷമാണ് അവൾ ആലോചിക്കുന്നത്, ഞാൻ എന്ത് മണ്ടത്തരം അവനോട് പറഞ്ഞത്, ചെക്ക് ചെയ്യാനോ അവളുടെ തൈസ് നോക്കിയിട്ട്. എന്തൊരു വൃത്തികേടാ പറഞ്ഞതെന്ന് അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇപ്രാവശ്യത്തെ കോള് 10 മിനിറ്റിലും കൂടുതലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാർക്കിന് ഏകദേശം ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ. ഏകദേശം ഒരു ലൊക്കേഷൻ മനസ്സിലാക്കാൻ പറ്റിയാലും എക്സാക്ട് ലൊക്കേഷൻ അല്ല അത്. ഹീജോ ആണെങ്കിൽ ഇവനിത് ഫേക്ക് ഫോട്ടോസാണെന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ദേഷ്യത്തിലാണ് കേട്ടോ. കാരണം ഇവളാണെങ്കിൽ ഇത് ഒരുപാട് നേരം ട്രൈ ചെയ്തിട്ടാണ് ഈ ഫോട്ടോസ് എടുത്തത്. മിററിൻ്റെ മുമ്പിൽ പല പൊസിഷനിലും അവൾ നിന്ന് നോക്കി. എന്നിട്ട് നല്ല ഫോട്ടോസൊന്നും എടുക്കാൻ കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റാണ് ഇങ്ങനൊരു ഫോട്ടോ, അതായത് തൈസിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ നായിക കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ആ സമയത്താണ് പുറത്തുനിന്ന് മെല്ലെ ഡോർ ഓപ്പൺ ആവുന്ന ശബ്ദം അവൾ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ ഉടനെ തന്നെ ബ്ലാങ്കറ്റ് കൊണ്ട് പുതയ്ക്കുകയാണ്. ബേക്സിയോണാണ് കേട്ടോ വന്നിരിക്കുന്നത്. അവൻ വന്നിട്ട് ഇവളുടെ ബ്ലാങ്കറ്റ് വലിച്ചു മാറ്റാൻ നോക്കുകയാണ്. പക്ഷെ അവളാണെങ്കിൽ ഉള്ളിൽ നിന്ന് ബ്ലാങ്കറ്റ് മുറുക്കെ പിടിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് 2 പേരുടെ പിടിയും വലിയും കാരണം അവൻ അവളുടെ മേത്തേക്ക് വീഴുകയാണ്. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിന്ന് അവൻ്റെ കോട്ടൊക്കെ ശരിയാക്കുന്നുണ്ട് കേട്ടോ. ഇവൾക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇനി തൈസ് എങ്ങാനും ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്നതാണോ എന്നൊരു പേടി നന്നായിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ബേക്സിയോൺ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൾക്ക് എന്തായാലും ജോലി കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ പ്രസിഡൻഷ്യൽ ഓഫീസിലേക്കാണെങ്കിൽ ഒരു സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരാളെ ഇവർ റിക്രൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവളോട് അതിൽ അപ്ലൈ ചെയ്യാൻ പറയാണ്. സ്പെഷ്യൽ പ്രിവിലേജസ് ഒന്നും കിട്ടില്ല, ഇവൻ്റെ വൈഫാണെന്ന് കരുതിയിട്ട് അവൾക്ക് കഴിവുണ്ടെങ്കിൽ അവൾ നേടിയെടുക്കണം. അങ്ങനത്തെ ഒരു മൈൻഡിലാണ് കേട്ടോ അവൻ സംസാരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് റൂമിന്. എന്നിട്ട് ഫ്രിഡ്ജിൽ പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാസ്റ്റിലത്തെ ഒരു കാര്യം അവൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ വരികയാണ്. അതായത് 3 വർഷം മുമ്പ് ഇവരുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിൽ ഇവളാണെങ്കിൽ ഒരു ദിവസം ഡിന്നറൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അവനെ. എന്നിട്ട് ഇരുന്ന് ഉറങ്ങി പോവുകയാണ്. ആ സമയത്ത് അവൻ കയറി വരുന്നുണ്ട്. അവൻ ചെറുതായിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സീൻ കണ്ടിട്ട്. എന്നിട്ട് ഡൈനിങ് ടേബിളിൽ അവളുടെ ഓപ്പോസിറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ. അവളാണെങ്കിൽ ഒരു ഗ്ലാസ് വൈനൊക്കെ കുടിച്ചതിന് ശേഷം ഇവൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഒരു 2-3 സ്റ്റെപ്പ് അവളുടെ കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, എന്നോട് നിനക്ക് ഫീലിങ്സ് ഒന്നും തന്നെ വേണ്ട. മാത്രമല്ല ഒരു പപ്പറ്റിനെ പോലെ എല്ലാം അനുസരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അതുപോലെ എൻ്റെ അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും തല ആട്ടി അനുസരിക്കേണ്ട കാര്യവുമില്ല നിനക്ക്. പിന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതായത് എൻ്റെ വഴിയിൽ നീ കടന്നു വരരുത് എന്നാണ് കേട്ടോ പറയുന്നത്. ഇപ്പോഴും 2 പേരും ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിൽ മാത്രമാണ് എന്ന് ഇവൻ ഇവളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി കാണിക്കുന്നത് പ്രസൻറ്റിലെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അവൻ റൂമിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോയതിന് ശേഷം നമ്മുടെ ഹീജുവിനാണെങ്കിൽ ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ. ഒരു പെൺകുട്ടിയുടെ റൂമിലേക്ക് ഇങ്ങനെ നോക്ക് ചെയ്യാതെ കയറി വരാനൊക്കെ പാടുമോ? അവനിനി ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നത് തന്നെയാണോ? എന്നിട്ട് നേരത്തെ അവൻ അവളുടെ മേത്തേക്ക് വീണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് അവൾ ഉറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യാണ് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. അവളുടെ ഫേസും ഒക്കെ കണ്ടിട്ട് തലേദിവസം അവൾ ഉറങ്ങാത്ത പോലെയാണ് കാണുന്നത്. അവളങ്ങനെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്നൊന്നും സ്റ്റക്ക് ആകുകയാണ് കേട്ടോ. കാര്യം വേറൊന്നുമല്ല, TV വർക്കിംഗ് ആണ്. മാത്രമല്ല അവിടെ അവളുടെ ഹസ്ബൻഡ് ഇരിക്കുന്നുണ്ട്. സാധാരണ ഈ ഒരു ടൈമിൽ അവനൊന്നും അവിടെ ഉണ്ടാവാറില്ല. അവളവിടെ സ്റ്റക്കായി നിൽക്കുന്നത് കണ്ടിട്ട് ബേക്സിയോൺ പറയുന്നുണ്ട്, എനിക്ക് ആഫ്റ്റർനൂൺ മാത്രമേ ഇന്ന് പോകേണ്ട കാര്യമുള്ളൂ എന്ന് പറയാണ്.
എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും സ്കിപ്പ് ചെയ്യാറില്ലാന്ന്. അതുകൊണ്ട് തന്നെ ഇവള് വേഗം കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് കോഫി ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അവൻ വന്നിട്ട് അത് ഓഫ് ആക്കുകയാണ്. എന്നിട്ട് ഞാൻ വെറും വയറ്റിലൊന്നും കഴിക്കാറില്ലാന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അവൻ. അവൾ ആദ്യം വിചാരിച്ചത് അവളോട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാൻ പറയാണ് എന്നാണ്. പക്ഷെ പിന്നെ മനസ്സിലായി അവനാണ് കുക്ക് ചെയ്യാൻ പോണേന്ന്. അവനാണെങ്കിൽ കിച്ചണിൽ കയറിയിട്ട് എല്ലാ സാധനങ്ങളും എവിടെ ഇരിക്കണേന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കട്ടിംഗ് ബോർഡ് എവിടെ ചോദിക്കുമ്പോൾ അവൾ കട്ടിംഗ് ബോർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. നൈഫ് എവിടെ, പാൻ എവിടെ, അങ്ങനെ ഓരോ കാര്യങ്ങളും അവളാണ് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ ഇവൻ പറയുന്നതിനനുസരിച്ച്. ബട്ടർ മെൽറ്റ് ചെയ്യാനും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇവൾ അവനെ ഹെൽപ്പും ചെയ്യുന്നുണ്ട്. എന്നിട്ട് തലേദിവസത്തെ കാര്യം അവൻ അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അതെൻ്റെ കോളേജിലത്തെ ഫ്രണ്ടാണെന്ന് പറയാണ്. നിങ്ങൾ ക്ലോസ് ആണോ, ട്രസ്റ്റ് വർത്തി ആണോ അവൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവളോട്. അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് അതിന് മറുപടി ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവന്. അത് വായിച്ചു കഴിയുമ്പോൾ അവൻ്റെ എക്സ്പ്രഷനൊക്കെ മാറുകയാണ്. അവൻ പറയാണ്, അല്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഹീജു വേറെ ആളാണോ, നിനക്ക് ഇനി 2 ഫേസ് എങ്ങാനും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അവളോട്. ഹീജു ഫോണിൽ എന്താ ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഫ്രണ്ട് അതൊരു ഗുഡ് പേഴ്സൺ ആണ് എന്നാണ്. അത് വായിച്ചിട്ടാണ് ഇവന് ഇത്രയും ദേഷ്യം വന്നിരിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായൂറിനെയാണ് കേട്ടോ. അവളാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് കോഫിയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു കൂട്ടം ഫാൻസ്, ആരുടെയോ ഫാൻസാണ്, അവരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു തിരക്കിലൊക്കെ പെട്ടിട്ട് ഇവൾ വീഴാൻ പോവാണ്. പക്ഷേ പെട്ടെന്ന് ഇവളൊരാളെ പിടിക്കുകയാണ് കേട്ടോ. അപ്പം നായൂരിനെ വീഴാതെ പിടിച്ചത് വേറെ ആരുമല്ല, ജിസാങ്വു ആണ് കേട്ടോ, നമ്മുടെ ഹീജുവിൻ്റെ ഫ്രണ്ട്. അവളുടെ കയ്യിലുണ്ടായിരുന്ന കോഫിയാണെങ്കിൽ ഇവൻ്റെ കയ്യിലൂടെ ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. നല്ല ഹോട്ട് കോഫിയാണ്. ഇവനുമായിട്ട് സംസാരിക്കുമ്പോഴാണ് നായൂരിക്ക് മനസ്സിലാവുന്നത് ഇവളുടെ കമ്പനിയുടെ പുതിയ പ്രോഗ്രാമിലുള്ള ആളാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ ജിസാങ്വു. അവളപ്പോൾ ജിസാങ്വുവിനോട് പറയുന്നുണ്ട് നേരത്തെ ആ ഫാൻസിൻ്റെ ഇടയിൽ പെട്ടുപോയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വന്നതെന്ന് പറയുന്നിട്ട് സോറി പറയാണ് കൈമ ആ കോഫിയൊക്കെ വീണേന്. ജിസാങ്വുവിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിൽ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുപ്പിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നായൂരിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവൾ പറയുന്നുണ്ട് ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, അതൊരു ഡിവോഷനാണ്. ഇപ്പോൾ നമുക്കൊരാളോട് ക്രഷ് ഉണ്ടെങ്കിൽ നമ്മൾ അയാളുടെ ഫാനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ നമ്മുടെ ജിസാങ്വു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനും ഒരാളുടെ ഫാനാണ് എന്ന് പറയാണ്. അങ്ങനെ കുറച്ച് ടൈം സംസാരിച്ചതിന് ശേഷം നായൂരി അവളുടെ കോൺടാക്റ്റ് ഇവനുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ കാണാമെന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് പോവുകയാണ്. ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവളുടെ കോൺടാക്റ്റ് സേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേറൊരാളുടെ കോൺടാക്റ്റ് എടുത്ത് നോക്കുന്നുണ്ട്. അത് വേറെ ആരുടെയല്ല, നമ്മുടെ ഹീജുവിൻ്റെ ആണ് കേട്ടോ. എന്നിട്ട് അവൾ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ പാർക്ക് ബേക്സിയോങ്ങിനോട് പറയുന്നുണ്ട് നമ്മുടെ പ്രിലിമിനറി വോയിസ് അനാലിസിസിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. മാത്രമല്ല ഈ ട്രാഫിക്കിലത്തെ ഫൂട്ടേജും അന്നേ ദിവസത്തെ, അതായത് അവൾ കിഡ്നാപ്പായി എന്ന് പറയുന്ന ആ ഒരു ദിവസത്തെ ഫൂട്ടേജും കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവർക്ക് കാണാൻ പറ്റുന്നില്ല. പാർക്കാണെങ്കിൽ എന്തോ പറയാനിങ്ങനെ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് അവൻ ചോദിക്കുന്നുണ്ട് എന്താ പറയാനുള്ള വെച്ചാൽ പറയുമെന്ന് പറയാണ്. അപ്പോൾ പാർക്ക് ഒരു കാര്യം ഇവനോട് പറയുന്നുണ്ട്. ഏക്സിയോൺ ആണെങ്കിൽ അത് കേട്ട് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഈ ഒരു വീഡിയോ CCTV വീഡിയോ വീണ്ടും റിപ്പീറ്റായി കാണുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഹീജു അവളുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ മെൻ്റലി കുറച്ച് സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാരെയൊക്കെ നോക്കുന്ന ഒരു സ്ഥലമാണത്. എന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് അവൾ അച്ഛന് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീൽ ചെയറിൽ ഉന്തി അവൾ അച്ഛനെ കൊണ്ട് പുറത്തിങ്ങനെ നടക്കുകയാണ്. അവൾ എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ ഇപ്പോൾ പഴയ പോലെ നൈറ്റ് ക്ലബ്ബിലൊന്നും വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല എന്ന് അവൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് ഇവളുടെ കൈ പിടിച്ചിട്ട് പറയാണ് ഹിയോൺ ഹുയ് പോവരുത്, ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിക്കോളാം, പ്ലീസ് പോവരുതെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇത് ഹീജുവിൻ്റെ അമ്മേനോടാണ് പറയുന്നത് എന്നൊരു ധാരണയിലാണ് കേട്ടോ അച്ഛനത് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീജു പറയുന്നുണ്ട് അല്ല അച്ഛനിത് അന്ന് അമ്മ അച്ഛനെ ഉപേക്ഷിച്ച് പോകാൻ നിൽക്കുന്ന നേരത്തെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് അച്ഛൻ എന്നെയെങ്കിലും അമ്മയുടെ കൂടെ വിടാതെ അച്ഛൻ്റെ കൂടെ നിർത്തായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഹീജു. അച്ഛനപ്പോൾ വീണ്ടും നമ്മുടെ ഹീജുവിനോട് പറയാണ് അതേ നമ്മുടെ മകൾക്കുണ്ടല്ലോ വലിയൊരു ആങ്കർ ആവണമെന്ന ആഗ്രഹം. അവൾ എന്നെപ്പോലെ ഒരു സാധാ ചീപ്പ് നൈറ്റ് ക്ലബ്ബിലൊന്നും ആങ്കർ ആയാൽ പോരാ, വലിയൊരു ബ്രോഡ്കാസ്റ്റിംഗ് ടീമിലാണ് അവൾ വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയാണ് കേട്ടോ. ഇത് നമ്മുടെ ഹീജു ആണ് കേൾക്കുന്നത്. നമ്മുടെ ഹീജു അച്ഛനോട് പറയാണ് എൻ്റെ കരിയർ നന്നാവാൻ വേണ്ടിയിട്ടാണല്ലേ അച്ഛൻ എന്നെ അച്ഛൻ്റെ കൂടെ പിടിച്ചു നിർത്താതിരുന്നത്, എന്നെ അമ്മയുടെ കൂടെ അതിനാണല്ലേ വിട്ടേന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഹീജു പറയാണ് പക്ഷേ എനിക്ക് എൻ്റേതായ ഒരു ഹാപ്പിനെസ്സോ സമാധാനമോ ഐഡൻറ്റിറ്റി പോലും ഇല്ലായിരുന്നു എന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ബേക്സിയോൺ ആണെങ്കിൽ 406ൻ്റെ കോള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കറക്റ്റ് 10 മണി ആയാൽ കോള് വരും. അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ടാണ് അവനവിടെ ഇരിക്കുന്നത്. നമ്മുടെ ബേക്സിയോൺ ആണെങ്കിൽ ഈ കോള് വരുന്നതിന് കുറച്ച് മുൻപ് അവൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇവൻ്റെ കാര്യമാണ് എന്ന രീതിയിലല്ല സംസാരിച്ചത്, വേറൊരാളുടെ കാര്യം എന്ന രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ ഫ്രണ്ട് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ് കിട്ടിയതെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും അഫെയർ ആയിരിക്കും എന്നാണ് കേട്ടോ പറയുന്നത്.
അപ്പോഴാണ് നേരത്തെ പാർക്ക് CCTV ഫൂട്ടേജ് കാണിച്ച് ഇവനോട് പറഞ്ഞൊരു കാര്യം ഇവൻ ആലോചിക്കുന്നത് കേട്ടോ. അതായത് ആ കാറിൻ്റെ ഡോറ് കിഡ്നാപ്പർ ഫോഴ്സ്ഫുള്ളി വലിച്ചു തുറന്ന പോലെ തോന്നുന്നില്ല, ഉള്ളിൽ നിന്ന് ആരോ തുറന്നു കൊടുത്ത പോലെ തോന്നുന്നത് എന്നാണ് പാർക്ക് ഇവനോട് പറഞ്ഞത്. അങ്ങനെ ഇവൻ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കറക്റ്റ് 10 മണിയാവുന്നതും അവന് കോൾ വരുന്നതും. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം കോള് അവൻ അറ്റൻഡ് ചെയ്യാണ്. എന്നിട്ട് അവൻ പറയാണ്, ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്, അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നീ വിളിക്കുകയെന്ന് പറയാണ് കേട്ടോ. അതായത് ഇവന് തന്നെയാണ് ഇമ്പോർട്ടൻസ് എന്ന രീതിയിലാണ് ഇവൻ സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീജുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ വിചാരിക്കുന്നുണ്ട്, അല്ല ഇതിപ്പോൾ എൻ്റെ ആണോ ആവശ്യം അത് അവൻ്റെ ആണോ ആവശ്യം എന്നിങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് വീണ്ടും കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ പറഞ്ഞത് 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാനല്ല. അവൻ കോൾ അറ്റൻഡ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ അവൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ പോയിട്ട് അവളൊരു കുപ്പി വെള്ളമൊക്കെ വാങ്ങി കുടിക്കുകയാണ് കേട്ടോ. കാര്യം വേറൊന്നുമല്ല, 5 മിനിറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. 5 മിനിറ്റ് ആയ ഉടനെ തന്നെ അവനെ വിളിക്കുകയാണ് കേട്ടോ. അവനാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്യാണ്. അപ്പോൾ അവൻ സംസാരിക്കുന്നതൊക്കെ ഇവളോട് ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന പോലെ ഇവൾക്ക് തോന്നുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് നല്ല ഇടി വെട്ടുന്ന പോലത്തെ ഒരു ശബ്ദം ഇവൾ കേൾക്കുന്നത് കേട്ടോ. അതോടുകൂടി തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ ബേക്സിയോൺ മാഞ്ഞു പോവുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടി വെട്ടിയതല്ല, അവളുടെ ഫോണിൽ നിന്ന് അവൾ കേട്ടൊരു ശബ്ദമാണ്. അപ്പോൾ ചെവി അടിച്ചു പോയ പോലെ തോന്നിയിട്ടാണ് അവൾ ചെവി കുത്തിയത്. അവളാണെങ്കിൽ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് എല്ലാ റൂമും തുറന്ന് നോക്കുന്നുണ്ട്, വീട്ടിൽ ആരുമില്ല. എന്നിട്ട് ഹാളിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. 2-3 പ്രാവശ്യം അവനെ കോൾ ചെയ്യുന്നുണ്ട്, പക്ഷേ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ദേ നെക്സ്റ്റ് ഡേ 6 മണിയായി. അപ്പോൾ അവൾ TV വെക്കുമ്പോഴാണ് ഒരു ന്യൂസ് കാണുന്നത് കേട്ടോ. അതായത് നമ്മുടെ സ്പോക്സ് പേഴ്സൻ്റെ ഓഫീസിൽ, അതായത് ബേക്സിയോൻ്റെ ഓഫീസിൽ ഒരു ചെറിയൊരു ഫയർ പിടുത്തം ഉണ്ടായി, തീപിടുത്തം ഉണ്ടായി. അപ്പോൾ അത് ആരോ കരുതി കൂട്ടി ചെയ്തതാണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള CCTV വിഷ്വൽസൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇവളുടെ ഒരു വോയിസിൻ്റെ ഒരു ക്ലിപ്പും ഈ ന്യൂസ് ചാനലുകാർ പുറത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈഫിനെ കൊല്ലും എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ന്യൂസ് ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വോയിസ് റെക്കോർഡിങ് ഈ ന്യൂസ് ചാനലിന് കൊടുത്തത് നമ്മുടെ സ്പോക്സ് പേഴ്സൺ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വോയിസിൻ്റെ ഒറിജിനൽ ആൾ നമ്മുടെ ഹീജു ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി കാണുമ്പോൾ ഹീജുവിന് ടെൻഷൻ ആവുകയാണ്. അവളുടെ കയ്യിലുള്ള ഒരു കപ്പ് നിലത്ത് വീണ് പൊട്ടുകയാണ് കേട്ടോ. ന്യൂസിൽ പറയുന്നുണ്ട് ഇന്നലെ 10:07 ഈ ഒരു കാര്യം ഉണ്ടായതെന്ന്. അതായത് ഇവൾ ഇന്നലെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് കോള് കട്ടായി പോയില്ലേ, ഇതാണ് സംഭവം, സ്ഫോടനം ഉണ്ടായതാണ്. ഈ ഒരു സമയത്താണ് ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ബേക്സിയോൺ അകത്തേക്ക് കയറി വരുന്നത് കേട്ടോ. എന്നിട്ട് അവളുടെ അടുത്തേക്കാണ് നേരെ വരുന്നത്. ഇവനാണെങ്കിൽ ഇവൾക്ക് ഇനി അഫെയർ ഉണ്ടോ എന്നൊരു ഡൗട്ടൊക്കെ വെച്ചിട്ടാണ് അവളുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവളുടെ തൈസിൽ ആ ഒരു റെഡ് മാർക്ക് ഉണ്ടോ എന്ന് നോക്കാനൊക്കെ അവൻ നിൽക്കുന്നുണ്ട്. ഇനി കാണിക്കുന്നത് 3 വർഷം മുൻപത്തെ ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഇവൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഇവന് മെസ്സേജ് വരികയാണ്, ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ തീരുമാനം എടുത്തോ, ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം, വെഡ്ഡിങ് ക്യാൻസൽ ചെയ്യണം, ഇല്ലെങ്കിൽ ഇവൻ്റെ ഫാമിലിയിലത്തെ ഒരുപാട് കാര്യങ്ങൾ പബ്ലിക് അറിയും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ മെസ്സേജ് വരുന്നത്. അപ്പോൾ വേറെ ആരുമല്ല ഇത് മെസ്സേജ് ചെയ്യുന്നത് നമ്മുടെ ഹോങ് ഹീജുയുടെ എൽഡർ സിസ്റ്റർ, അതായത് ഹോങ് ഈനയാണ്. അപ്പോൾ ഇവൻ തിരിച്ച് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, നിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ ചോദിക്കുകയാണ്. അപ്പോൾ ഈന പറയുന്നുണ്ട് അവളുടെ അമ്മ ഈ ലോകത്തെ ഏറ്റവും വലിയൊരു പൊട്ട മനുഷ്യനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാൻ പോണേന്നാണ് പറയുന്നത്. അതായത് ഈനയും നമ്മുടെ ഹീജുവും സ്റ്റെപ്പ് സിസ്റ്റേഴ്സാണ്. ബേക്സിയോൺ അപ്പോൾ ഹോങ് ഈനയോട് പറയുന്നുണ്ട് വെഡ്ഡിംഗ് ഒക്കെ തീരുമാനിച്ചാൽ അതുപോലെ തന്നെ നടക്കും, ക്യാൻസലൊന്നും ചെയ്യാനില്ല, ബട്ട് ബ്രൈഡിനെ സ്വിച്ച് ചെയ്യും. അതായത് ഇവളുടെ സ്ഥാനത്ത്, ഹോങ് ഈനയുടെ സ്ഥാനത്ത് ബ്രൈഡായിട്ട് വരാൻ പോകുന്നത് ഇവളുടെ സിസ്റ്ററായ ഹീജു ആയിരിക്കും എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നത്.